സ്തോത്രം. മൂന്നാമത് നന്മ ചെയ്യണം. നന്മ ചെയ്യണം. എവിടെ? തിന്മ പ്രവർത്തിക്കുന്നവരുടെ നടുവിൽ നന്മ ചെയ്യണം. ചെയ്താൽ എന്താ? വരും കാലത്തേക്കുള്ള നിക്ഷേപമാകട്ടോ. വരും കാലത്തേക്കുള്ള നിക്ഷേപമാണ്. ഹല്ലേലൂയ. വരും കാലത്തേക്കുള്ള നിക്ഷേപം. നിങ്ങൾ അടിസ്ഥാനമിടുക. സ്തോത്രം. നാലാമത് നന്മ ചെയ്യണം. 5 സൽപ്രവർത്തികളിൽ സമ്പന്നരാകണം. സൽപ്രവൃത്തി ചെയ്താലും പോരാ, അതിനകത്ത് എന്ത് ചെയ്യണം? സമ്പന്നരാകണം. എൻ്റെ പൊന്നു പാസ്റ്റർ, എങ്ങനെ ചെയ്യാനാണ്? എനിക്കെതിരായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കണം. ഞാൻ എങ്ങനെ ചെയ്യാൻ? തിരിച്ചു വയ്ക്കും, പാരവയ്ക്കും അല്ലാണ്ട് അല്ലേ? സ്തോത്രം. ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ സൽപ്രവർത്തിക്കാരായി അതിൽ സമ്പന്നരാകണം. കാരണം സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. പണ്ട് നമ്മൾ ദുഷ്പ്രവർത്തിക്കാരായിരുന്നു. പക്ഷെ ഇപ്പോഴോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർ ദുഷ്പ്രവർത്തികൾ ചെയ്താലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. സൽപ്രവർത്തികൾ. സ്തോത്രം. 5 ദാനശീലരായിരിക്കണം. സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടുങ്ങിയ ഹൃദയമല്ല, ഒരു വിശാല ഹൃദയമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ദാനം ശീലമാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തെണ്ടൽ ശീലമാകും. എന്ത് ചെയ്യണം? ദാനം ശീലിക്കേണ്ട ഒരു സ്വഭാവമാണ്. അതിനെന്തു വേണം? ഇടുങ്ങിയ ഹൃദയം പറ്റത്തില്ല, വിശാല ഹൃദയം വേണം. അപ്പോൾ